ഹായ് ഹലോ നമസ്കാരം. പുത്തൂരൻസ് മൈൻഡിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 6 അങ്ങനെ ഈ സീസണിലെ ഏറ്റവും നല്ല മത്സരവും രസകരമായ കാഴ്ചകളും കണ്ട ഒരു എപ്പിസോഡാണ് ഇന്നലെ കണ്ടത്. ഇതുവരെ നടന്ന എപ്പിസോഡിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായി നല്ലൊരു ഗെയിമിലേക്ക് ബിഗ് ബോസ് സീസൺ 6 കടന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇനിയുള്ള ദിവസങ്ങളിലും അങ്ങനെ വളരെ രസകരമായി നല്ല മത്സരബുദ്ധിയോടുകൂടി ഈ മത്സരം കടന്നു പോകുന്നത് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കഴിവുള്ള 6 പേര് അതിനകത്ത് എത്തിയതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ബിഗ് ബോക്സിൽ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ടാസ്കുകൾ ഇന്നലെ നടക്കുകയുണ്ടായി. പവർ റൂം അവരുടെ ശക്തി ഉപയോഗിച്ച് ഡെൻ റൂം അങ്ങ് പൂട്ടി. ടണൽ റൂമിലെ അംഗമായ ജാസ്മിൻ ഡെൻ റൂമിൽ അകപ്പെട്ടു. പിന്നീട് നടന്ന സംഭവ വികാസങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ക്യാപ്റ്റനായ ജിൻഡോയും പവർ റൂം അംഗമായ ശരണ്യയും ചേർന്ന് പവർ റൂമിൻ്റെ ശക്തി എന്താണെന്നറിയാൻ വേണ്ടി ഡെൻ റൂം പൂട്ടുവാനായി ബിഗ് ബോസിനോട് ആവശ്യപ്പെടുകയാണ്. അതിനനുസരിച്ച് ബിഗ് ബോസ് റൂം ലോക്ക് ചെയ്യുന്നു. ഈ വിവരം മറ്റുള്ളവർ ചേർന്ന ഡെൻ റൂമിലെ അംഗങ്ങളെ അറിയിക്കുകയും ജാസ്മിൻ അതിൽ അകപ്പെട്ട വിവരം അവരറിയുകയും ചെയ്യുന്നു. ഇതെല്ലാം തമാശയായി കണ്ട നമ്മുടെ ജബ്രി ചേട്ടൻ സ്ത്രീവേഷം കെട്ടി അവിടെ പൊറാട്ട നാടകം ആടി സത്യസ്ഥിതി മനസ്സിലാക്കിയ ജബ്രി ചേട്ടൻ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. അകത്ത് ലോക്കായ തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി അവൻ ഏങ്ങി കരഞ്ഞു. പ്രിയതമ അന്തം വിട്ട് പണ്ടാരമടങ്ങി നോക്കിയിരുന്നു. മറ്റുള്ളവർ സ്തബ്ധരായി നിന്നു. ഇവർ കാലമാടത്തിൽ കാരണം ഞങ്ങളും പെട്ടുപോയല്ലോ എന്നുള്ള രീതിയിൽ അപ്സര സ്തബ്ധയായി കൊട്ടത്തേങ്ങ വഴിയ കുട്ടച്ചേട്ടനെ പോലെ ഇരുന്നു. പ്രാക്ക് ജാനമിയും ടീമും ആനന്ദ നൃത്തമാടി. മറ്റുള്ളവരെല്ലാം അവിടെ ആഘോഷത്തിമിർപ്പിലായിരുന്നപ്പോൾ നമ്മുടെ ജാസ്മിൻ പൊട്ടിക്കരയുകയായിരുന്നു. ജബ്രി പല അടവുകളും എടുത്തെങ്കിലും ആരും തന്നെ തുറന്നു വിടാൻ തയ്യാറായില്ല. അവർ ഒറ്റക്കെട്ടായി റൂമിലേക്ക് നോക്കി കൊഞ്ഞനം കുത്തി. അടുത്തതായി തൻ്റെ മാർഗം തൻ്റെ പ്രധാന എതിരാളിയായ ജിൻഡോയെ പ്രകോപനം കൊള്ളിക്കുക എന്നതായിരുന്നു. പലതരത്തിൽ പ്രകോപനം കൊള്ളിപ്പിക്കാൻ നോക്കി. പക്ഷേ ജിൻഡോ അതിലൊന്നും വീഴില്ല എന്ന മട്ടിലായിരുന്നു. മറ്റുള്ളവരും ജിൻഡോയ്ക്കൊപ്പം നിന്നതോടെ ജബ്രിയുടെ താളം തെറ്റി. അവിടെ ജബ്രിയുടെ രക്ഷകയായ മാലാഖ അവതരിച്ചു. തനിക്ക് പീരീഡ്സ് ആണെന്നും തനിക്ക് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടെന്നും അവൾ അപേക്ഷിച്ചു. മാനസിക പരിഗണന കിട്ടാൻ എല്ലാവരും കാത്തിരുന്നു. ഒരു സ്ത്രീയുടെ പ്രാഥമിക ആവശ്യം എന്ന നിലയിൽ മറ്റു ടീമംഗങ്ങൾ എല്ലാം അതിൽ ഒന്ന് അയവ് കൊടുത്തു. എന്നതിനു ശേഷം റൂം ലോക്ക് തുറക്കാൻ ആവശ്യപ്പെട്ടു. ബിഗ് ബോസ് റൂം തുറക്കുന്നു. പിന്നെ തങ്ങളുടെ പ്ലാൻ നടന്നു എന്ന മട്ടിൽ അവർ ആലിംഗനം ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ ആലിംഗനം ചെയ്യുകയാണ്. പിന്നീട് അവിടെ നടന്നത് മെലോ ഡ്രാമ മത്സരമായിരുന്നു. മിക്കവരുടെയും പ്രധാന ആയുധം ജിൻഡോ ആയിരുന്നു. ജിൻഡോയുടെ തമാശകൾ മറ്റുള്ളവരിൽ ചിരി പടർത്തി. ജിൻഡോ സെറ്റിൽ കാണിച്ചിട്ടുള്ള പല തമാശകളും അവർ കോമഡി രൂപേണ അവതരിപ്പിച്ചു. ജിൻഡോയ്ക്ക് കൂട്ടായി നിൽക്കുന്ന ജാൻമണിയെയും അവർ കണക്കിനു പരിഹസിച്ചു. നൂറെ ഗബ്രിയും ജാസ്മിനെ റസ്മിനുമാണ് അവതരിപ്പിച്ചത്. വിചാരിച്ചതുപോലെ തന്നെ അറുബോറൻ പരിപാടിയായിരുന്നു അത്. ബാക്കിയുള്ളവരെല്ലാം ഒരുവിധം ഭേദപ്പെട്ടതായിരുന്നെങ്കിലും ജാസ്മിനെ അവതരിപ്പിച്ച റസ്മിൻ്റെയും ഗബ്രിയുടെയും പ്രകടനം തീരെ മോശമായിരുന്നു. ബിഗ് ബോസ് വീട്ടിൽ ഉറക്കം തൂങ്ങിയിരുന്ന അർജുൻ ജാൻമണിയെ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. അപ്സര എല്ലായ്പ്പോഴും പോലെ തന്നെ തൻ്റെ പ്രകടനം മികവുറ്റതാക്കി. ആ സമയത്തും ഗബ്രി തൻ്റെ വിക്രിയകൾ തുടരുകയായിരുന്നു. അഭിഷേകും നന്ദനയും ചേർന്ന് അവരെ കണക്കിന് കളിയാക്കുന്നുണ്ടായിരുന്നു. ജാസ്മിനെയും ഗബ്രിയെയും കളിയാക്കുന്ന ഓരോ നിമിഷങ്ങളും മറ്റുള്ളവർ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. സമ്മാനം നമ്മൾക്ക് കിട്ടില്ലെന്നുറപ്പിച്ച ജാസ്മിനും ടീമും വാ പൊളന്നിരിക്കുന്നുണ്ടായിരുന്നു. മത്സരത്തിന് ശേഷം കോയിന് വേണ്ടി ഇരക്കുന്ന കാഴ്ചയും നമ്മൾ അവിടെ കാണുകയുണ്ടായി. ഇതെല്ലാം കൊണ്ട് അവജ്ഞയോടെ ഹൻസിബയും ഇരിക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മുഖത്തും തങ്ങൾ ജയിക്കില്ല എന്ന മ്ലേച്ഛത കാണാമായിരുന്നു. അവസാനം ടണൽ ടീം വിജയികളായി പ്രഖ്യാപിക്കുകയും ഇന്നത്തെ എപ്പിസോഡ് പൂർത്തിയാവുകയും ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നലത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് വളരെ വലിയ മത്സരങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നാളെ വന്ന് പറയാം. അപ്പോൾ ഇന്ന് ബൈ ബൈ. പുത്തൂരൻസ് മൈൻഡ്സ് കാണുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിക്കുക. ഓക്കെ.